ആന്റി അവനെവിടെ? അവൻ പുറത്തോട്ട് പോകുന്നുണ്ട്. എന്താന്നറിയില്ല മോനെ, ഈടെയാണ് എന്തോ വിഷയമുണ്ട്. നീ ഒന്ന് ചോദിക്കണേ, എന്നോടാണെന്നും പറയാനില്ല. എന്നാ ശരി ആന്റി, ഞാൻ അവനെ ഒന്ന് പോയി നോക്കട്ടെ. ചേടാ അപ്പോഴേക്കും മഴ പെയ്തു. എടാ ജീവ. ഹലോ, നീ ഇവിടെ എവിടെയും കാണുമെന്ന് നിന്റെ അമ്മ പറഞ്ഞു. അല്ല, നിന്നെ എത്ര ദിവസം ഞാൻ ഫോൺ ചെയ്യുന്നു, നീ എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ നീ വിളിച്ചായിരുന്നോ? ഞാൻ കണ്ടില്ല. എന്താ നിന്റെ പ്രശ്നം? നീ എന്താ എൻ്റെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അത് പിന്നെ ഒന്നുമില്ലടാ, കുറച്ച് തിരക്കായി പോയി. ഫോൺ എടുക്കാൻ പറ്റാത്ത എന്ത് തിരക്കായിരിക്കണം, അതെനിക്ക് പറയാം. അത് പിന്നെ അറിയാം, നിനക്കറിയാലോ, കഴിഞ്ഞ 2 വർഷമായി ഞാനവിടെ വർക്ക് ചെയ്യും. എന്നാൽ ഇപ്പം കമ്പനി നഷ്ടത്തില്ല. അതുകൊണ്ട് എന്നെ പോലുള്ള ഒരുപാട് പേരെ പിടിച്ചുവിടാൻ പോവാം. ഒരാഴ്ചക്കുള്ളിൽ ജോലി പോവും. അയ്യോ, അത് വല്ലാത്ത ഇഷ്ടമായല്ലോ. എന്നാൽ പിന്നെ നിനക്കിതങ്ങ് പറഞ്ഞൂടെ? എന്തിനാ വെറുതെ ഫോണൊന്നും എടുക്കാതെ ബാക്കിയുള്ള ടെൻഷൻ വെക്കാനായിട്ട്? നമുക്ക് ഒരു ജോലി അന്വേഷിക്കാം. എന്തായാലും കിട്ടാതിരിക്കില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതേലടാ, ഈ ജോലി പെട്ടെന്ന് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യുക? നമ്മുടെ ഓപ്പറേഷനുള്ള പൈസ എങ്ങനെ സെറ്റാകും? ഞാൻ എന്ത് മമ്മിയോട് പറയും? നമ്മുടെ ഓപ്പറേഷൻ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ സെറ്റായി കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ പൈസ കിട്ടില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനിതിൻ്റെ പിറകെയായിരുന്നു, അല്ലാതെ നിന്നോട് ഒന്നും പറയണ്ട അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലടാ. ഫോൺ എടുക്കാത്ത അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അത് ശരി, അതായിരുന്നല്ലേ നീ ഫോൺ എടുക്കാത്ത? അല്ല, നിനക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നു? എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല? പൈസയ്ക്ക് ഞാൻ സെറ്റാക്കി തരില്ലായിരുന്നു. നീ എന്തുകൊണ്ട് എന്നോട് ചോദിക്കാതിരുന്നു? അതല്ലടാ, നീ ഇപ്പോൾ ഒരുപാട് പ്രശ്നത്തിൽ പെട്ടെടുക്കല്ല. അതിനിടക്ക് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ബുദ്ധിമുട്ടോ എനിക്കോ? നീ എന്നെ അങ്ങനെയല്ലേ കരുതിയിരിക്കണേ? അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങനത്തെ ബന്ധേ ഉള്ളൂല്ലേ? നിന്റെ മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയും കൂടെ ഇല്ലേ? പിന്നെ നിനക്കൊരു പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെയും കൂടെ പ്രശ്നമല്ലേ? എന്തായാലും നീ എന്നോട് പറയാത്തത് വളരെ മോശമായി. പിന്നെ നിനക്കൊരു ജോലി, അത് നമുക്ക് നോക്കാം. എന്തായാലും കിട്ടും, കിട്ടാതിരിക്കില്ല. ഈടാ അളിയ സോറി, പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴേ എൻ്റെ മൈൻഡൊക്കെ ആകെ വല്ലാണ്ട്. നീ എന്നോട് ക്ഷമി. അത് സാരമില്ല. ഇനിയിപ്പോൾ നിനക്ക് പൈസ തിരിച്ചു തരണമെന്നാണെങ്കിൽ നിന്റെ കയ്യിൽ എപ്പോഴാണോ പൈസ ഉള്ളത് അപ്പം തന്നാൽ മതി. ഇല്ലെങ്കിൽ നാളെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ നീ സഹായിച്ചാൽ മതി. എന്താ അപ്പം അതുപോരെ? ആ, എന്നെങ്കിൽ ഒന്ന് ചിരിച്ചേ. മുഖം നോക്കിയവൻ്റെ എന്തോ മാതിരിക്കുന്നു. ഇങ്ങനെ നിന്നെ കാണാനേ ഒരു ഭംഗിയില്ല. ആ, അതാണ് ഒരാളി. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാനൊന്നും കഴിക്കാതെ ഇറങ്ങിയത്. അയ്യോടാ, എന്നാ ഞാൻ വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം.